ഹരി ഓം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീമന്നാരായണീയത്തിലെ 80-ാം ദശകത്തിലെ സ്യമന്തകം എന്ന കഥയാണ്. ഒന്നാമത്തെ ശ്ലോകം. സത്രാജിതസ്ത്വമഥ ലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ഛലതോ വിവോഢും. അർത്ഥം: ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, അഥത്വം ലുബ്ധവത് അർക്കലബ്ധം സത്രാജിതഃ ദിവ്യം സ്യമന്തകമണിം അയാചി. പിന്നീട് ഭഗവാൻ അവിടുന്ന് സൂര്യനിൽ നിന്ന് സത്രാജിത്തിന് ലഭിച്ച ദിവ്യമായ സ്യമന്തക രത്നത്തെ ഒരു കൊതിയനെ പോലെ യാചിച്ചു. തത്കാരണം ബഹുവിധം മമ ഭാതി, അതിന് കാരണം പലതാണെന്ന് എനിക്ക് തോന്നുന്നു. ത്വയിരതാം തസ്യ ആത്മജാം ഛലതഃ വിവോഢും നൂനം. നിന്തിരുവടിയിൽ അനുരക്തയായവളും സത്രാജിത്തിന്റെ പുത്രിയുമായ സത്യഭാമയെ സൂത്രത്തിൽ വിവാഹം ചെയ്യാനാണ് ഈ യാചന എന്ന് എനിക്ക് തോന്നുന്നു, അതായത് ഞാൻ ഉറപ്പിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാതാ ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. അർത്ഥം: അല്പമനസ അനേന തുഭ്യം അദത്തം തം മണിവരം. അല്പബുദ്ധിയായ സത്രാജിത്ത് നിന്തിരുവടിക്ക് നൽകാത്ത ആ മികച്ച രത്നത്തെ ഗളഭുവി വഹൻ തദ്ഭ്രാത പ്രസേനഃ, കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് സത്രാജിത്തിന്റെ അനുജനായ പ്രസേനൻ മൃഗയാം പ്രാപ, നായാട്ടിന് പോയി. സിംഹഃ മണിമഹസി മാംസഭ്രമവശാത്, ഒരു സിംഹം രത്നത്തിന്റെ തേജസ്സിൽ മാംസമാണെന്നുള്ള തെറ്റിദ്ധാരണയാൽ ഏനം അഹൻ, ഇവനെ പ്രസേനനെ കൊന്നുകളഞ്ഞു. അപിച്ച കപീന്ദ്രഃ തം ഹത്വ, മാത്രമല്ല വാനരശ്രേഷ്ഠനായ ജാംബവാൻ ആ സിംഹത്തെ നിഗ്രഹിച്ച് മണിം ബാലായ ദദിവാൻ, ആ രത്നം തൻ്റെ ബാലന് കളിപ്പാട്ടമായി കൊടുക്കുകയും ചെയ്തു. മൂന്നാമത്തെ ശ്ലോകം. ശശംസു സത്രാജിദ്ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണ്ണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂകപി ഗുഹാം. അർത്ഥം: സത്രാജിദ്ഗിരം അനുജനാഃ ത്വാം മണിഹരം ശശംസുഃ. സത്രാജിത്ത് പറഞ്ഞു പരത്തിയതനുസരിച്ച് ജനങ്ങൾ നിന്തിരുവടിയാണ് സ്യമന്തകം കട്ടെടുത്തത് എന്ന് പറയാൻ തുടങ്ങി. ഗുണിനാം ദോഷഗണിക ജനാനാം പീയൂഷം ഭവതി, ഗുണവാന്മാരുടെ ദോഷലേശം ജനങ്ങൾക്ക് അമൃതാണ്. തതഃ ത്വം സർവജ്ഞഃ അപി, പിന്നീട് അങ്ങ് എല്ലാം അറിയുന്നവനായിരുന്നിട്ടും സ്വജനസഹിതഃ, സാധാരണക്കാരനെ പോലെ സ്വന്തം ആൾക്കാരും ഒരുമിച്ച് മാർഗണപരഃ, സ്യമന്തകം അന്വേഷിക്കാൻ താൽപ്പര്യത്തോടെ പുറപ്പെട്ടു. തം പ്രസേനം ഹരിം അപി ദൃഷ്ട്വാ, കാട്ടിൽ ആ പ്രസേനനെയും സിംഹത്തെയും കണ്ടിട്ട് ആ സിംഹത്തെ നിഗ്രഹിച്ചവനാണെന്ന് സംശയിക്കപ്പെടുന്ന കപിയുടെ നിവാസസ്ഥാനമായ കപി ഗുഹാം ഗതഃ അഭൂഹു, ഗുഹയിലേക്ക് കടന്നു ചെന്നു. നാലാമത്തെ ശ്ലോകം. ഭവന്തമവിതർക്കയന്നതിഭയ സ്വയം ജാംബവാൻ മുകുന്ദശരണം ഹി മാം ക ഇഹ രോധുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിശ്ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. അർത്ഥം:
ഭക്തചൂടാമണി അതിവയാഹ ജാംബവാൻ ഭവന്തം അവിതർക്കയൻ. പരമഭക്തനും അതിവൃദ്ധനുമായ ജാംബവാൻ നിന്തിരുവടിയെപ്പറ്റി ഒന്നും സംശയിക്കാതെ നിന്തിരുവടി ശ്രീരാമസ്വാമിയുടെ രൂപാന്തരം തന്നെയെന്ന് മനസ്സിലാക്കാതെ മുകുന്ദശരണം ഹി മാം രോധും, മോക്ഷദായകനായ ശ്രീരാമചന്ദ്രനെ ശരണമാക്കിയവനെന്ന് പ്രസിദ്ധനായ തന്നെ തടയുവാൻ ഇഹ കഹ ഇതി സ്വയം ആലപൻ, ഈ ലോകത്തിൽ ആരുണ്ട് എന്നിങ്ങനെ തന്നെത്താൻ പറഞ്ഞുകൊണ്ടും വിഭോ രഘുപതേ ഹരേ ജയ ജയ ഇതി, സർവവ്യാപിയായ ശ്രീരാമചന്ദ്ര ഹരേ ജയിച്ചാലും ജയിച്ചാലും എന്ന് സ്തുതിച്ചുകൊണ്ട് അലം ചിരം മുഷ്ടിഭിഹി തവ സമർച്ചനം വിധിത, ധാരാളം വളരെ നേരം മുഷ്ടികളെ കൊണ്ട് നിന്തിരുവടിയെ നല്ലവണ്ണം പൂജനം ചെയ്തു, അതായത് യുദ്ധം ചെയ്തു. അഞ്ചാമത്തെ ശ്ലോകം. ബുദ്ധ്വാർത്ഥേന ദത്താം നവരമണീം വരമണിം ച പരിഗൃണ്ണൻ അനുഗൃണ്ണന്നമുമാഗ സപതി ച സത്രാജിതേ മണിം പ്രാത. അർത്ഥം. അഥ ബുദ്ധ്വാ തേന ദത്താം നവരമണീം വരമണിം ച പരിഗൃണ്ണൻ, പിന്നീട് നിന്തിരുവടിയെ തിരിച്ചറിഞ്ഞ് ജാംബവാൻ തിരുമുൽ കാഴ്ചയായി നൽകിയ മുഗ്ധയായ സുന്ദരിയെ, പുത്രിയായ ജാംബവതിയെയും ശ്രേഷ്ഠമായ സ്യമന്തകരത്നത്തെയും സ്വീകരിച്ചുകൊണ്ടും അമും അനുഗൃണ്ണൻ ആഗാഹ, ഇവനെ ജാംബവാനെ അനുഗ്രഹിച്ചുകൊണ്ടും നിന്തിരുവടി ദ്വാരകയിലേക്ക് മടങ്ങിച്ചെന്നു. സപതിച്ച സത്രാജിതേ മണിം പ്രാതാഹ, ഉടനെ തന്നെ സത്രാജിത്തിന് സ്യമന്തകരത്നം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആറാമത്തെ ശ്ലോകം. തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്യൈവാദാന്മണിം ഗഹനാശയ. അർത്ഥം. തദനു ധീമാൻ സഹ ഖലു വ്രീളാലോലഃ, പിന്നീട് ബുദ്ധിശാലിയായ സത്രാജിത്താകട്ടെ ലജ്ജയാൽ ചഞ്ചലനായിട്ട് വിലോല വിലോചനാം ഗിര ഏവ പരാർപ്പിതാം ദുഹിതരം ഭാമാം, ഇളകുന്ന നീൾമിഴിയുള്ളവളും വാക്കുകൊണ്ട് മാത്രം അന്യന് ശതധന്വാവിന് നൽകപ്പെട്ടവളുമായ പുത്രി സത്യഭാമയെ മണിനാസാർത്ഥം തുഭ്യം അതിതമഹോ, സ്യമന്തക മണിയോടുകൂടി നിന്തിരുവടിക്ക് ദാനം ചെയ്തു. വിചിത്രം. ഗഹനാശയ ഭവാനപി, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത മനസ്സോടുകൂടിയ നിന്തിരുവടിയും ലഭ്യം സമേത്യ പ്രമുദിതമനാഹ, കിട്ടേണ്ടത് കന്യാരത്നം കിട്ടിയതുകൊണ്ട് അത്യന്തം സന്തുഷ്ടഹൃദയനായിട്ട് തസ്യേവ മണിം അതാത്, അവന് സത്രാജിത്തിന് തന്നെ സ്യമന്തക രത്നത്തെ തിരികെ കൊടുത്തു. സത്രാജിത്ത് എന്ന യാദവൻ സൂര്യനെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിച്ച് നേടിയ ഒന്നാണ് ഈ സ്യമന്തകരത്നം. ഈ രത്നം വെച്ച് പൂജിക്കുന്ന ഗൃഹത്തിൽ അതിൻ്റെ ദിവ്യശക്തിയാൽ പ്രതി ദിവസം 8 ഭാരം സ്വർണമുണ്ടാകും. ദുർഭിക്ഷാദികൾ അവിടെ ഉണ്ടാവുകയും ഇല്ല. ഈ യാജം സത്രാജിത്ത് സത്യഭാമയെ ശതധന്വാവ് എന്ന ഒരു യാദവന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാക്കു കൊടുത്തിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നിൽ അനുരക്തയാണ് സത്യഭാമയെന്ന് മനസ്സിലാക്കി അവളെ രക്ഷിക്കുവാനുള്ള ഒരടവ് പ്രയോഗിച്ചതാണ് ഈ യാചനം. അല്പബുദ്ധിയായ സത്രാജിത്ത് നിന്തിരുവടിക്ക് ഭഗവാന് നൽകാത്ത മികച്ച രത്നത്തെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനൻ നായാട്ടിന് പോയി. ഒരു സിംഹം രത്നത്തിൻ്റെ തേജസ്സിൽ മാംസമാണെന്നുള്ള തെറ്റിദ്ധാരണയാൽ പ്രസേനനെ കൊന്നുകളഞ്ഞു. മാത്രമല്ല വാനരശ്രേഷ്ഠനായ ജാംബവാൻ ആ സിംഹത്തെ നിഗ്രഹിച്ച് ആ രത്നം തൻ്റെ ബാലന് കുട്ടിക്ക് കളിപ്പാട്ടമായി കൊടുക്കുകയും ചെയ്തു. സത്രാജിത്ത് പറഞ്ഞു പരത്തിയതനുസരിച്ച് ജനങ്ങൾ ഭഗവാനാണ് സ്യമന്തകം കട്ടെടുത്തത് എന്ന് പറയാൻ തുടങ്ങി. ഗുണവാന്മാരുടെ ദോഷലേശം ജനങ്ങൾക്ക് അമൃതാണ്.
പിന്നീട് ഭഗവാൻ എല്ലാം അറിയുന്നവനായിരുന്നിട്ടും സാധാരണക്കാരനെ പോലെ സ്വന്തം ആൾക്കാരും ഒരുമിച്ച് സ്യമന്തകം അന്വേഷിക്കാൻ താല്പര്യത്തോടെ പുറപ്പെട്ടു. കാട്ടിൽ ആ പ്രസേനനെയും സിംഹത്തെയും കണ്ടിട്ട് ആ സിംഹത്തെ നിഗ്രഹിച്ചവനാണെന്ന് സംശയിക്കപ്പെടുന്ന കപിയുടെ നിവാസസ്ഥാനമായ ഗുഹയിലേക്ക് കടന്നു ചെന്നു. മഹാന്മാരിൽ കാണപ്പെടുന്ന പരമാണുപ്രായമായ ദോഷം പർവ്വതീകരിച്ച് വർണ്ണിക്കുവാൻ ജനങ്ങൾക്ക് ബഹുരസമാണ്. ശ്രീകൃഷ്ണനെ സംബന്ധിച്ചാണെങ്കിൽ ചോരണം ഒരു കലയായി കുട്ടിക്കാലം മുതൽക്കേ അഭ്യസിച്ചു വന്നിട്ടുള്ളതിനാൽ പറയാൻ ധാരാളം വക ഉണ്ടല്ലോ. പരമഭക്തനും അതിവൃദ്ധനുമായ ജാംബവാൻ ഭഗവാനെപ്പറ്റി ഒന്നും സംശയിക്കാതെ, അതായത് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ മറ്റൊരു അവതാരമാണ് എന്ന് മനസ്സിലാക്കാതെ, മോക്ഷദായകനായ ശ്രീരാമചന്ദ്രനെ ശരണമാക്കിയവനെന്ന് പ്രസിദ്ധനായ എന്നെ തടയുവാൻ ഈ ലോകത്തിലാരുണ്ട് എന്നിങ്ങനെ തന്നെത്താൻ പറഞ്ഞുകൊണ്ടും സർവവ്യാപിയായ ശ്രീരാമചന്ദ്ര ഹരേ ജയിച്ചാലും ജയിച്ചാലും എന്ന് സ്തുതിച്ചുകൊണ്ട് വളരെ നേരം മുഷ്ടികളെ കൊണ്ട് ഭഗവാനെ നല്ലവണ്ണം പൂജിച്ചു. അതായത് അവർ തമ്മിൽ, ജാംബവാനും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ശ്രീകൃഷ്ണ ഭഗവാനും ജാംബവാനും തമ്മിലുള്ള യുദ്ധം 28 ദിവസം നീണ്ടുനിന്നു. ജാംബവാന്റെ മുഷ്ടിപൂജയാൽ സന്തുഷ്ടനായ ഭഗവാൻ തന്നെ തിരിച്ചറിയത്തക്ക വിധം ഭയങ്കരമായ മുഷ്ടിപ്രഹരം ജാംബവാന് സമ്മാനിച്ചു. ഇതേമാതിരി ഒരു മുഷ്ടിപ്രഹരം തനിക്ക് നൽകാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിക്ക് മാത്രമേ കഴിയൂ എന്ന് നിശ്ചയമുള്ള ആ കവിശ്രേഷ്ഠൻ ജാംബവാൻ ഒടുവിൽ ശ്രദ്ധിച്ചൊന്നു നോക്കി കാര്യം മനസ്സിലാക്കി. തനിക്ക് പറ്റിയ അപരാധത്തിന് പ്രായശ്ചിത്തമായി സ്വന്തം മകളെ ജാംബവതിയെ ഭഗവാന് ദാനം ചെയ്തു. ശ്രീധനമെന്ന പോലെ ആ സ്യമന്തക മണിയും അവിടത്തേക്ക് ഭഗവാന് നൽകി. ഭഗവാൻ തൻ്റെ ദിവ്യ കരസ്പർശത്താൽ ജാംബവാന്റെ ക്ഷീണമെല്ലാം തീർത്ത് അനുഗ്രഹിക്കുകയും ചെയ്ത് ദ്വാരകയിലേക്ക് മടങ്ങി. ശ്രീകൃഷ്ണനിൽ മിഥ്യാവാദം, അതായത് സത്യത്തിന് ചേരാത്ത വാദം പറഞ്ഞ് പരത്തിയത് നിമിത്തമുണ്ടായ സ്വാപരാധം നിർമ്മാർജ്ജനം ചെയ്യാൻ മടി കൂടാതെ തുനിഞ്ഞതിനാലാണ് സത്രാജിത്തിൻ്റെ ബുദ്ധിസാമർഥ്യം തെളിഞ്ഞു കാണുന്നത്. സത്യഭാമയെ ശതധന്വാവ് എന്ന ഒരാൾക്ക് വാക്കുകൊണ്ട് മാത്രം നൽകപ്പെട്ടതാണ്. അപ്പോൾ ക്ലേശലബ്ധവും മഹാപ്രഭാവവുമായ സ്യമന്തക രത്നത്തെയും സത്യഭാമയെയും മടികൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ സമർപ്പിക്കാൻ സത്രാജിത്ത് തീർച്ചപ്പെടുത്തി. സമർപ്പണം ചെയ്യുന്ന സമയത്തും സത്രാജിത്തിൻ്റെ ഹൃദയം ലജ്ജയാൽ മാത്രമല്ല ഭയത്താലും ചഞ്ചലമായിരുന്നു. ഭഗവാൻ സമർപ്പണം അംഗീകരിക്കാതിരുന്നാലോ? സത്രാജിത്ത് സമർപ്പിച്ച 2 എണ്ണത്തിൽ തനിക്കിഷ്ടപ്പെട്ട ഒന്ന് കന്യാരത്നം ഭഗവാൻ സ്വീകരിച്ചു. സ്യമന്തക രത്നത്തെ തിരികെ കൊടുക്കുകയും ചെയ്തു. സ്യമന്തക പ്രത്യർപ്പണത്തിൽ എന്തായിരുന്നു ഭഗവാന്റെ ആശയം ആർക്കും അറിഞ്ഞുകൂടാ. ഇത് സത്രാജിത്തിനെ കൂടുതൽ ലജ്ജിപ്പിച്ചിട്ടുണ്ടാകണം. സത്രാജിത്തിന് പുത്രനില്ലാത്തതിനാൽ മകൾക്ക് തന്നെ അവകാശപ്പെട്ടതാകയാൽ സ്യമന്തകമണി തനിക്ക് തന്നെ ലഭ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആകാം അത് എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ലക്ഷ്മീവല്ലഭന് സ്യമന്തകത്തിൽ അഭിലാഷമോ? ഭഗവാൻ ആദ്യം ചെയ്ത യാചനം സ്യമന്തക നാടകത്തിൻ്റെ ഒരു നാന്തി മാത്രം. രാജൻ സത്രാജിത്തെ ഭഗവാൻ പറയുകയാണ്, ഞാൻ രത്നം സ്വീകരിക്കുന്നില്ല. ആദിത്യ ഭഗവാനെ ഭക്തിയ തപസ് ചെയ്ത് നേടിയ ഈ രത്നം അങ്ങയ്ക്ക് തന്നെ ഇരിക്കട്ടെ. അങ്ങയുടെ കയ്യിലിരുന്നാലും അതിൻ്റെ ഫലം അങ്ങയുടെ ജാമാതാവായി തീർന്ന എനിക്കും അനുഭവിക്കാമല്ലോ എന്ന ഭാഗവത വചനമനുസരിച്ച് ഈ വ്യാഖ്യാനം ശരിയാണെന്ന് തോന്നും. എന്നാൽ വയം ച ഫലഭാഗിനഃ എന്നത് ഭഗവാന്റെ ഒരു ഭംഗിവാക്ക് മാത്രമാണെന്നുള്ളത് സ്യമന്തകത്തിൻ്റെ പിന്നീടുള്ള കഥാഭാഗങ്ങൾ വ്യക്തമാക്കും. ബാക്കിയുള്ളവ അടുത്ത വീഡിയോയിൽ കേൾക്കാം. ധന്യവാദം.